കഴിഞ്ഞ ആഴ്ച കണ്ട ഒരു വീഡിയോ കേരളത്തിലെ ഏതോ ഒരു മെഡിക്കൽ സ്റ്റോറിന്റെ ഫ്രണ്ടിൽ നടക്കുന്നതാണ്. ഒരു മനുഷ്യൻ വന്നിട്ട് അവിടെ ബോധം കെട്ട് വീഴുകയാണ്. ബോധം കെട്ട് വീഴുന്ന കുറെ ആൾക്കാർ കൂടുന്നു. അപ്പോൾ ആ CCTVയുടെ ഓഡിയോയിൽ കേൾക്കുന്ന കാര്യമാണ് താക്കോൽ എവിടെ എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു അന്ധവിശ്വാസമാണ്. ഈ താക്കോല് കൈ കൊടുത്തു കഴിഞ്ഞാൽ ജന്നി മാറും എന്നുള്ളത്. ഈ അപസ്മാരത്തിന് താക്കോല് അല്ലെങ്കിൽ ഇരുമ്പ് കമ്പി കയ്യിൽ പിടിപ്പിച്ചാൽ മാറും എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസം വരാൻ കാരണം എന്തായിരിക്കും? ഏതൊരു അന്ധവിശ്വാസത്തിന്റെയും കാരണം തേടി പോയി കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് കിട്ടുന്നത്. ഒന്ന് അജ്ഞത, രണ്ട് ഭയം. അപ്പൊ നമുക്ക് ഈ രോഗത്തെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്ത കുറെ ആൾക്കാരാണെന്ന് വിചാരിക്കുക. അപ്പൊ അവരിൽ ഒരാൾക്ക് പെട്ടെന്ന് അപസ്മാരം എന്ന് പറയുന്ന രോഗം വരുന്നു. ചില അപസ്മാരം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പെട്ടെന്ന് ഒരാൾ ബോധം കെട്ട് വീഴുന്നു, കൈകാലിട്ട് അടിക്കുന്നു, കണ്ണുകൾ മേപ്പോട്ട് പോകുന്നു, വായിൽ നിന്ന് നുരയും പതയും വരുന്നു, ബോധക്കേട് വരുന്നു. അങ്ങനെ മനുഷ്യനെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും ഭയം തോന്നുന്ന ഒരു സംഗതിയാണ്. ഇപ്പൊ ഈ രോഗത്തെ പറ്റി അറിയുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇന്നത്തെ കാലത്താണെങ്കിൽ പോലും പേടിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഈ അപസ്മാരം എന്ന് പറയുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് ഒരുപാട് കാലം മുമ്പ് രോഗങ്ങളെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാതിരുന്ന ഒരു കാലത്ത് എന്ന് വെച്ചാൽ അജ്ഞത, പിന്നെ ഇത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഭയം. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് അന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേറെ ഇതൊന്നുമില്ല. അപ്പൊ അന്നത്തെ കാലത്ത് ആൾക്കാർ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത് ഇത് ബാധ കയറുന്നതായിട്ടോ. ഇപ്പൊ കേരളത്തിലെ ഇന്ത്യയിലെ കാര്യം മാത്രമല്ല, ഇപ്പൊ ലോകം മൊത്തം എടുത്താലും ഈ ഒരു സംഗതിയുണ്ട്. ഇപ്പൊ ഈ അപസ്മാരത്തെ ബാധ കയറുന്നതായിട്ട് കാണുന്നവർ, അല്ലെങ്കിൽ എവിൾ സ്പിരിറ്റ് നമ്മുടെ ബോഡിയിൽ കയറുന്നു എന്നുള്ളൊരു സംഗതിയായിട്ടാണ് പലരും അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ചികിത്സ ഇപ്പം പണ്ടത്തെ കാലത്ത് മുതലേ ഈ ആൾക്കാർ യൂറോപ്പിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഈ ഇരുമ്പ് എന്ന് പറയുന്ന സാധനം ഈ ദുഷ്ടശക്തികളെ അകറ്റാൻ ഉപയോഗിച്ചിരുന്ന ഒരു സംഗതിയാണ്. ആ ഒരു വിശ്വാസത്തിന്റെ ബേസിലായിരിക്കണം ഇങ്ങനെ ഈ അപസ്മാരം വരുമ്പോൾ ഇരുമ്പ് വസ്തുക്കൾ എന്തെങ്കിലും കയ്യിൽ കൊടുത്താലോ ഒക്കെ ഇത് മാറും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായത്. എനിക്ക് തോന്നുന്ന ആളുകൾ ഇത് കൂടുതൽ വിശ്വസിക്കാൻ കാരണം ഈ താക്കോല് കൈ കൊടുക്കുമ്പോൾ അപസ്മാരം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് സ്റ്റോപ്പ് ആവുമല്ലോ. അപ്പൊ അതിനെപ്പറ്റി എങ്ങനെയാ? അത് തലച്ചോറ് എപ്പോഴും ഇലക്ട്രിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗത്ത് അബ്നോർമലായിട്ട് എക്സ്ട്രാ ആയിട്ട് കുറച്ച് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് ഈ അപസ്മാരം. അപ്പൊ അത് താൽക്കാലികമായിട്ടുള്ളൊരു സംഗതിയാണ്. അത് സാധാരണഗതിയിൽ ഒരു 3 മുതൽ 5 മിനിറ്റിനകം തന്നെ സ്വാഭാവികമായിട്ടും നിന്നു പോകും. വെച്ചാൽ ഒന്നും ചെയ്തില്ലെങ്കിലും 4-5 മിനിറ്റ് കൊണ്ട് നിന്നു പോകുന്ന ഒരു സംഗതിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ അപസ്മാരം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓടി താക്കോൽ എടുക്കാൻ പോകും. ഓടിപ്പോ ഇത് താക്കോലൊക്കെ എടുത്തുകൊണ്ട് വന്ന് കയ്യിൽ പിടിപ്പിക്കുന്ന സമയം കഴിയുമ്പോഴത്തേക്കും ഇത് സ്വാഭാവികമായിട്ടും അത് നിന്നു പോകാനുള്ള സമയമായി അങ്ങനെ അത് നിൽക്കും. ഇത് കാണുന്നവരെന്താണ് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയും നേരം അപസ്മാരം വന്നുകൊണ്ടിരുന്നു, താക്കോല് കയ്യിൽ പിടിപ്പിച്ച ഉടനെ അത് നിന്നുപോയി, കയ്യിൽ ഇരുമ്പ് കയ്യിൽ പിടിച്ചത് കൊണ്ടാണ് നിന്നത് എന്ന് പറയുന്ന ഒരു കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പൊ അതിനെ കൺഫേം ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത് നമ്മുടെ ഒരു വിശ്വാസത്തെ.